ഹായ് ഗായ്സ്, അപ്പോൾ ഓണം വരുമല്ലേ. ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഷോർട്ട് ഹെയർ സ്റ്റൈൽസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിരിച്ചുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട്. അത് കോമൺ ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ഹെയർ സ്റ്റൈൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം ചെയ്യാം കേട്ടോ. ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു വേറൊരു പാർട്ടീഷനും കൂടി എടുക്കാം ഇങ്ങനെ കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ ബാക്ക് കോംബ് ചെയ്ത് തന്നെ കിടന്നോട്ടെ. ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അത് ബാക്ക് കോംബ് ചെയ്ത് തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന മുടി ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യാട്ടോ. ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് പൊക്കി കൊടുക്കാം കണ്ടോ. എന്നിട്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് എടുത്തിട്ട് ഈ തള്ളവിരലും കൊണ്ട് തന്നെ എടുത്താൽ മതി. നെക്സ്റ്റ് ഇതുപോലെ ഇങ്ങനെ തുറന്നു കൊടുക്കാം കണ്ടോ. എന്നിട്ട് പിന്നെ മൂന്നാമത്തത് നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക മതി കേട്ടോ. നെക്സ്റ്റ് അങ്ങനെ എത്ര ലെയർ കിട്ടുമോ അത്ര ലെയർ ആയിട്ട് ഇങ്ങനെ എടുക്കാം കണ്ടോ. എനിക്കിപ്പോൾ ഒരു 3-4 കിട്ടിയില്ലേ കേട്ടോ. ലാസ്റ്റത്തെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താൽ അത് അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടത്തെ ഹൈറ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ വശം കംപ്ലീറ്റ് ആയില്ലേ. ഞാനത് ഇവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി മുടി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്, അത് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. സെയിം അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യാം. സെയിം ഫസ്റ്റ് ലെയർ ഇങ്ങനെ എടുക്കുക, പിരിക്കുക. സെക്കൻഡ് ലെയർ ഈ വശത്ത് നമ്മൾ സൈഡ് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ലെയർ കിട്ടണമെന്നില്ല. ഇവിടെ 2-3-4 ലെയർ കിട്ടി. ഓക്കെ, ഇവിടെ ഒന്നും ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഇത് എപ്പോഴും ചെയ്യുമ്പോൾ ചെവിയുടെ താഴെ വെച്ചിട്ട് സെക്യൂർ ചെയ്യണേ. ഈ ഒരു ഭാഗം ആ ഭാഗം കണ്ട് സെക്യൂർ ചെയ്യണം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം കണ്ടോ. നെക്സ്റ്റ് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് മുല്ലപ്പൂ വയ്ക്കാം. അല്ലാത്ത പക്ഷം ഇത് വേണമെങ്കിൽ മാത്രം കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് ഈ ബാക്ക് കോംബ് ചെയ്തിട്ടിരിക്കല്ലേ, കുറച്ചുകൂടി ഭംഗി നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഹംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും ഹമ്പായി കണ്ടോ. എന്നിട്ട് വേണമെങ്കിൽ മുല്ലപ്പൂവും വയ്ക്കാം. അപ്പോൾ അയ്യോ എൻ്റെ കമ്മലൂരി പോയി ഗൈസ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ മുല്ലപ്പൂ വയ്ക്കുകയാണെങ്കിൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവും. വേണമെങ്കിൽ കമ്മലൂരി പോയില്ലോ. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? എൻ്റെ ഇപ്പം മുല്ലപ്പൂ ഇല്ല കേട്ടോ, ഇതിൻ്റെ ഞാൻ വെച്ച് കാണിച്ചാൽ തന്നെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ കേട്ടോ. ഈ നമ്മളിപ്പോൾ ഇങ്ങനെ പിരിച്ച് ചെയ്തിരിക്കണില്ലേ, സെയിം തന്നെ നമുക്ക് വേറൊരെണ്ണമായിട്ട് മാറ്റാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പിന്നിടാം. ജസ്റ്റ് നമ്മളിപ്പോൾ പിരിച്ച് വെച്ച പോലെ 3 മാറ്റ്. എന്നിട്ട് ഇതുപോലെ പിന്നി കൊടുത്താൽ മതി കണ്ടോ. എന്നിട്ട് അടുത്ത ലെയർ അതിൻ്റെ കൂടെ ചേർത്ത് പിന്നിയാൽ മതി. ഇത് കുറച്ച് ക്രിമ്പൊക്കെ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിലേ നല്ല ഭംഗി ഉണ്ടാവും. ആ വേവൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും കണ്ടോ. കണ്ടോ, ഇതിങ്ങനെ ലെയറായിട്ട് ലെയർ. ഇത് വേണമെങ്കിൽ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യാം. എനിക്ക് അത്രയും നീളമില്ലാത്തതുകൊണ്ട് നീളമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. സെയിം തന്നെ ഇപ്പുറത്തശത്തും അത് തന്നെ ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ കുറച്ച്
ചെറിയ ലെയറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് പിന്നെ കേട്ടോ, എന്നാലാണ് ആ ഒരു പഫ്നെസ് കിട്ടുള്ളൂ നിങ്ങൾക്ക്. വളരെ എത്രയും ലൂസാക്കി പിന്നാമോ അത്രയും ലൂസായിട്ട് പിന്നെ അധികം പിന്നിങ്ങനെ പിന്നി വെക്കണ്ട. 1-2 പിന്നി ഇട്ടാൽ മതി. കണ്ടോ, പരമാവധി മുടി എത്രയും ചെയ്യാൻ പറ്റും അത്ര ഇതിൽ ചെയ്യാം. കണ്ടോ, കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു വെക്കരുത്, കുറച്ചിങ്ങനെ ലൂസാക്കി കൊടുത്താൽ അതിങ്ങനെ ലൂസായിട്ട് നിന്നോളും കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. മുല്ലപ്പൂ ഇല്ല ഇതിൽ വെക്കാൻ കേട്ടോ. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ സൈഡ് പാർട്ടീഷൻ മറ്റേ സെൻറ്റർ പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ നേരത്തെ ഫുള്ള് പിരിച്ചില്ലേ, അതിന് പകരം ഇത്രയും മുടി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിരിക്കുക. ഇങ്ങനെ പിരിക്കുമ്പോൾ നോർമലായിട്ട് എടുക്കും. എന്നിട്ട് ഇത് ചെവിയുടെ താഴെ വരെ പിരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക. കണ്ടോ, ഹമ്പ് വന്നാൽ കണ്ടോ. അങ്ങനെയാണ് പൊതുവെ ഹമ്പ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യും. കണ്ടോ, അത്രയും മുടി തന്നെ എടുക്കുക. എന്നിട്ട് സൈഡിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ പിരിച്ച് ചെവിയുടെ അവിടെ കൊണ്ടുവരാം. എന്നിട്ടൊന്നും പൊക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്കിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സൈഡ് പാർട്ടീഷൻ ഇട്ടിട്ട് ഇത് തന്നെ ചെയ്യും. സൈഡ് പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട്. സെയിം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ എടുക്കണു, എന്നിട്ട് ഇങ്ങനെ പിരിക്കണു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലോട്ട് വെച്ചിട്ട് ഹമ്പ് ചെയ്ത് കൊടുക്കാം. ക്ലിപ്പ് ചെയ്യാം. കണ്ടോ, ഇവിടെ അതുപോലെ തന്നെ സൈഡ് എടുക്കുന്നു, ഇരിക്കുന്നു, ഒന്ന് പൊക്കി കൊടുക്കുന്നു, എന്നിട്ട് ഹമ്പ് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡ് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് അടി കൂടി ഇത് ചെയ്യാം, മുല്ലപ്പൂ വയ്ക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചീപ്പിൻ്റെ ഈ തുമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് മതി. കണ്ടോ, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, ഞാൻ പൊട്ട് കുത്തിയിട്ടില്ല കേട്ടോ. പൊട്ട് കുത്തിയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും തോന്നുന്നു. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പൊട്ട് കുത്തിയിട്ടില്ല. പൊട്ട് കുത്തിയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു.